നമ്മളിപ്പോൾ കുറച്ച് ക്ലയൻസ് ഇപ്പോൾ നമ്മുടെ അടുത്തൊന്നും പറയാറില്ല. അതായത് നമുക്ക് FTA എൻഫോഴ്സ്മെന്റ് വന്നിട്ട് അവർക്ക് പെനാൽറ്റി അടിച്ചു കൊടുത്ത് ടാക്സ് ഇൻവോയ്സ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കേസ് വന്നിട്ടില്ലേ? അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്. ഇതിപ്പോ FTA വിസിറ്റ് ഷോപ്പ് സെയിം ലൈക്ക് കസ്റ്റമർ ഓക്കെ ബൈ സം പ്രോഡക്റ്റ്. അപ്പോൾ ഒരു എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അവർ തിരിച്ചു പോകുന്നു. അപ്പൊ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ടാക്സ് സിസ്റ്റത്തിൽ ടാക്സ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരത് സെയിം മൂവ്മെന്റ് അവരെന്ത് ചെയ്യും, പെനാൽറ്റി 2500 അല്ലെങ്കിൽ 5000 ഇമ്പോസ് ചെയ്യും ഡയറക്റ്റ്. അപ്പൊ നമ്മളിപ്പോ ഇതിൽ ബിസിനസ് ഓണേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, അതായത് റിട്ടേൺ ബിസിനസ് ഓണേഴ്സും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആര് വരാന്നുണ്ടെങ്കിലും അത് എന്തായാലും ആസ് പെർ FTA ലോ പ്രകാരം നമ്മൾ ടാക്സ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യണം. നമ്മൾ ഏത് ബിസിനസ് ചെയ്യും ടാക്സ് ഇൻവോയ്സ് ജനറേറ്റ് നിർബന്ധമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, നമ്മൾ ടാക്സ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുക. ഏത് കസ്റ്റമർ നോക്കണ്ട, ആര് വന്നാലും നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുക, നേരെ അവർക്ക് കൊടുക്കുക. അപ്പോൾ പ്രോബ്ലം സോൾവ്, ഇത്ര പ്രശ്നം. അപ്പോൾ നമുക്ക് പെനാൽറ്റി ഒന്നും വരില്ല.